നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. പുതുതായി റിലീസ് ചെയ്യുവാനെത്തുന്ന ഉണ്ണി പാർത്തനാൾ എന്ന തമിഴ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. ചിത്രത്തിൻ്റെ സംവിധായകനായ അജിത് സിയും അതോടൊപ്പം തന്നെ മുഖ്യ നായക കഥാപാത്രം ചെയ്ത അനൂപ് എബ്രഹാമും സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയിൽ പങ്കെടുക്കുവാൻ ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അജിത് സി എന്ന നവാഗതൻ്റെ ചിത്രം അല്ലേ? മലയാളിയാണ്. ആദ്യമായി ഒരു ചിത്രം ചെയ്തപ്പോൾ തമിഴിൽ തന്നെ ചെയ്യാമെന്ന് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചിന്തയോടുകൂടി തുടങ്ങിയതാണോ? രചനയും താങ്കൾ തന്നെയാണല്ലോ നിർവഹിച്ചത്. എന്താണ് ഇങ്ങനെ ഉണ്ണി പാർത്തനാൾ തമിഴിലേക്ക് വന്നതിനെ കുറിച്ച് പറയൂ. തമിഴിലേക്ക് വന്നതിനെ കുറിച്ച് വെച്ചെങ്കിൽ ഇന്നത്തെ തമിഴിന് പറ്റിയ സ്റ്റോറിയാണ്. ഒക്കെ ലവ് സ്റ്റോറി. പിന്നെ തമിഴിലേക്ക് ഇപ്പോൾ മൈന പോലത്തെ ചെറിയ പടം ചെയ്ത പോലെ നമ്മളൊരു കൂട്ടായ്മയോട് ചെയ്തിട്ടുള്ള നിൽക്കുന്ന സിനിമ ആണ് ഉണ്ണി പാർത്തനാൾ. ഒരു തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണോ പറഞ്ഞിരിക്കുന്നത്? പ്രണയകഥയാണോ? ഇത് പ്രണയകഥ. ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമയ്ക്കുള്ളിൽ സിനിമ. ഒരു പ്രൊഡക്ഷൻ മാനേജരും അതിൽ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള പ്രണയം. അതിൽ നിൽക്കുന്ന അവർ തമ്മിലുള്ള ലവും കാര്യങ്ങളും നിൽക്കുന്ന കാര്യങ്ങൾ. താങ്കൾ തന്നെയാണ് രചനയും നിർവഹിച്ചത്. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ തമിഴിലും മലയാളത്തിലും ഇതിനു മുമ്പ് പല സിനിമകൾക്കും പ്രമേയമായിട്ടുണ്ട്. അതിൽ നിന്നും ഏത് രീതിയിലാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഈ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്? ഇതിൽ കാഴ്ചപ്പാട് നല്ലൊരു ലവ് സ്റ്റോറിയാണ് ഇതിൽ പ്രതീക്ഷിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള പടത്തിൻ്റെയും അനുഭവങ്ങൾ, അതായത് സിനിമയിലുണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ കണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിലുണ്ടാകുന്ന കുറേ അനുഭവങ്ങളും ചേർത്ത് ഒരു നല്ലൊരു ലവ് സ്റ്റോറി. അതാണ് ഉണ്ണി പാർത്തനാൾ. അനൂപ് എബ്രഹാം എന്ന നായകൻ ആദ്യ ചിത്രമാണല്ലേ? ആദ്യ ചിത്രമാണ്. എന്താണ് ഈ കഥാപാത്രം, എന്താണ് പറയുന്നത്? ഈ കഥാപാത്രം പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രണ്ടും കൂടെ ആണ് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? രണ്ടും കൂടെ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ബേസിക്കലി ഒരു പാവം ക്യാരക്ടറാണ്, എന്നാലും സിൻസിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ വന്ന് ആ കുട്ടിയോട് ഇയാൾക്ക് തോന്നുന്ന ഒരു പ്രണയമാണ്. ആർട്ടിസ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് അല്ല. അതിൽ നിന്ന് ആ കുട്ടീനെ സ്വന്തമാക്കാൻ വേണ്ടി അയാൾക്ക് ആഗ്രഹം വരികയും തുടർന്നുണ്ടാവുന്ന പ്രണയവും പ്രശ്നങ്ങളും അങ്ങനെ പോകുന്ന ഒരു സിനിമ. ഓക്കെ. ആദ്യ ചിത്രം തമിഴിലേക്ക് തന്നെയാണ്. തമിഴ് സ്ലാങ് എങ്ങനെയാണ്? തമിഴുമായിട്ട് എങ്ങനെയായിരുന്നു പരിചയം? അതോ? തമിഴുമായിട്ട് പരിചയം നമ്മൾ സിനിമ കണ്ടിട്ടുള്ള പരിചയം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ കുറച്ചു കാലമൊക്കെ കുറച്ച് പുറത്ത് വർക്ക് ചെയ്തപ്പോൾ അത് പക്ഷെ പറയുകയാണെങ്കിൽ സിനിമ തന്നെയാണ്. ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു നായക നടൻ എന്നത് സംബന്ധിച്ചിടത്തോളം സോങ് സീക്വൻസ് ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും. അപ്പം ആദ്യമായി ഒരു ചിത്രം ചെയ്യുമ്പോൾ അത്തരം രംഗങ്ങളെ എങ്ങനെ കണ്ടു? ആദ്യമായിട്ട് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ച് പ്രണയത്തിന് പ്രാധാന്യമുള്ളൊരു ചിത്രമാണ് ഉണ്ണി പാർത്തനാൾ. സോങ് സീക്വൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ആ നായികയുമായിട്ടുള്ള കൂടെ വർക്ക് ചെയ്തതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യും. നായികയായിട്ട് ഞങ്ങൾ ഫിലിം തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ദിവസം ഒരു ആക്ടിങ് സെഷൻ ഉണ്ടായിരുന്നു, റിഹേഴ്സൽ പോലെ. എന്നാലും ഷൂട്ടിംഗ് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സിങ്ക് പോലെ തോന്നിയിട്ടുള്ളൂ. അതുവരെ നമുക്കൊരു പേടിയും പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാ പിന്നെ അറിയാത്തൊരു മേഖലയാണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ട് ചെയ്യാണ്. നായകനും പരിചയമില്ല. പിന്നീട് പതുക്കെ അത് ശരിയായെന്ന് തോന്നുന്നു. ശരിയായി വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഓഡീഷൻ സിനിമ ചിത്രീകരണത്തിന് മുമ്പ് തന്നെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് ഒരു 14 ദിവസം അവർക്ക് റിഹേഴ്സൽ കൊടുത്ത് അവർക്ക് ഡയലോഗുകൾ പക്കയായിട്ട് പഠിപ്പിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊമോട്ടിങ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവർ ആ ടൈമിങ് പക്കയായിട്ട് ഇവർ ചെയ്തിരുന്നു. ഇതിനെ കുറിച്ചിട്ട് നായികയും രണ്ടാളും നന്നായിട്ട് ടൈമിങ് ക്ലിയർ ആയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ കേട്ട് പറയുന്നതല്ല, അത് ടൈമിങ് ക്ലിയർ ആയതുകൊണ്ട് പക്ക അത് നന്നായിട്ട് ചെയ്ത് രണ്ടാളും. അപ്പം ഇവർ രണ്ടുപേരും മാത്രം വെച്ചായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്? മറ്റുള്ള അല്ലല്ല, ഇവർ രണ്ടാൾക്കും മെയിനായിട്ട് ക്യാമ്പ് ചെയ്ത് കൊടുത്തത്. ഏറെക്കുറെ ഇപ്പം മലയാളത്തിൽ തന്നെ പ്രോംപ്റ്റിങ് നിന്ന് വരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ തമിഴിൽ ചെയ്യുമ്പോൾ ആ ഒരു രീതി എങ്ങനെയാണ്? ബൈഹാർട്ട് ചെയ്തുകൊണ്ടാണോ? അവർ ബൈഹാർട്ട് പഠിച്ചു. പിന്നെ അത് നോക്കിക്കൊണ്ടൊരു ടച്ച് കിട്ടല്ലോ. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ടച്ച് കിട്ടുള്ളൂ. ആ ടച്ച് അനുസരിച്ച് പിന്നെ കുഴപ്പമില്ലാണ്ട് അവർ ചെയ്തത്. ഓക്കെ. ഈ നായകനിൽ ആദ്യ ഒരു ചിത്രം ചെയ്യുമ്പോൾ ഇങ്ങനൊരു കഥാപാത്രം പ്രൊഡക്ഷൻ കൺട്രോൾഡാണ്. അപ്പം നായകനിൽ സംവിധായകൻ കണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ്? എഴുതി വന്നപ്പോൾ രചയിതാവും കൂടിയാണല്ലോ. ആ ഒരു കഥാപാത്രത്തെ എത്രമാത്രം അനൂപിൻ്റെ കയ്യിൽ ഭദ്രമാക്കാൻ പറ്റി? അനൂപിൻ്റെ കയ്യിലേക്ക് കുറേ ആർട്ടിസ്റ്റുകൾ ഇതേപോലെ തന്നെ അഭിനയിക്കാൻ കുറേ ആൾക്കാർ വന്നിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെ ഡയലോഗ് നമുക്ക് മലയാളം ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതേസമയം തമിഴ് ചെയ്യുമ്പോൾ ഉള്ള ഡയലോഗ് ഒന്ന് ഗ്രാഫിക്സ് ആ സംഭവം ഒന്ന്
മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ള ലിപ്പിൻ്റെയും കാര്യങ്ങളും അതൊക്കെ ഇവരിൽ നിന്ന് ഇവനെ കണ്ടു. അപ്പോൾ അത് നോക്കിയപ്പോൾ ആൾ ഓക്കെയാണ്. റിഹേഴ്സലിൽ പിന്നെ സംഭവം ചെയ്തപ്പോൾ പിന്നെ അതൊക്കെ ഭംഗിയായി. നന്ദിയുണ്ട് സംവിധായകരുള്ളത്. സിനിമയ്ക്കുള്ളിലെ പ്രമേയം ചലച്ചിത്രമാക്കുമ്പോൾ ഒട്ടനവധി നമ്മുടെ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും, സിനിമയിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് സിനിമയിൽ നവാഗതനാണെന്ന് പറഞ്ഞു, പക്ഷെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്ത് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കണ്ട രീതിയോ കേട്ട രീതിയോ ഒക്കെ സിനിമയിൽ പ്രാവർത്തികമാക്കാൻ പ്രയത്നം നടത്തിയിട്ടുണ്ടോ? ഇതിൽ കണ്ട രീതി വെച്ചെങ്കിൽ നമ്മൾ സിനിമയിൽ നമ്മൾ 10-22 വർഷം മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് ഉള്ള അനുഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ ഓരോ എന്താ പറയുക, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൺട്രോൾ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അനുഭവങ്ങൾ, ആ അനുഭവത്തിലും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അനുഭവങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊരു സിനിമയ്ക്ക് ഉള്ളിൽ നടക്കുന്ന യാഥാർത്ഥ്യമായ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പടത്തിൻ്റെ ഉള്ള നടത്തിയിരിക്കുന്നത്. ഉണ്ണിപ്പാർത്താളിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഹീറോയിൻ പുതുമുഖങ്ങളാണെങ്കിൽ പോലും നെടുങ്കൽ രവി, കക്കാ രവി, പിന്നെയുള്ള വനിത കൃഷ്ണചന്ദ്രൻ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റ്, കൃഷ്ണ മലയാളത്തിലെ കനകലത ചേച്ചി, അങ്ങനെ ഒരു ഫെമിലിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു കൂട്ടായ്മയും ഈ ചിത്രത്തിലുണ്ട്. ആ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ച് അവർ വെച്ചെങ്കിൽ ഇതിൽ അമ്മയായിട്ടാണ് വനിത ചേച്ചി നായകൻ്റെ അമ്മ, പിന്നെ നെൽരവി നായകൻ്റെ അച്ഛനായിട്ടും നിൽക്കുന്നു. പിന്നെ നായികയുടെ അമ്മയായിട്ട് ചെയ്ത് കനകലത. പിന്നെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ ഒരു ലാസ്റ്റ് വരുന്നൊരു സസ്പെൻസ് ആയിട്ട് വരുന്നൊരു ആർട്ടിസ്റ്റാണ്, ലീഡിങ് ആർട്ടിസ്റ്റാണ് കൃഷ്ണ ചെയ്തത്. കൃഷ്ണയിലേക്കുള്ള കാസ്റ്റിങ്ങിനെ കുറിച്ച് കൃഷ്ണ ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്തതാണ്. അതെ, കൃഷ്ണ ഇതിലേക്ക് വരുന്ന ഒരു മെയിൻ ആർട്ടിസ്റ്റാണ്, ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റാണ് കൃഷ്ണ തന്നെ. ഗാനങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഗാനങ്ങൾ രചന ചെയ്ത് നമ്മൾ രവീന്ദ്ര മാഷിൻ്റെ മകനാണ് ഇതിൽ മ്യൂസിക് ഡയറക്ടർ, സാജൻ മാധവ്. ആൾ ഒരു പാട്ട് പാടിയും പിന്നെ ഇതിലത്തെ നായിക തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നവീൻ, രവീന്ദ്ര മാഷിൻ്റെ വേറൊരു മകൻ നവീൻ, ആളും ഇതിൽ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു 3 പാട്ടാണ് ഇതിലുള്ളത്. മെലഡി 2 ഒരു അടിപൊളി കുത്തു സോങ് എന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പറയുന്ന കുത്തു സോങ് ഇതിലുണ്ട്. അങ്ങനെ ഡപ്പാങ്കുത്ത് എന്ന് പറഞ്ഞ പോലെ പാട്ടും. പാട്ട് ലിറിക്സ് ചെയ്തത് അവിടുന്ന് മ്യൂസിക് ഡയറക്ടറെ ഫ്രണ്ടാണ് ചെയ്തത്. അതിൽ മലയാളി കൂട്ടായ്മ ഉണ്ടോ? അതിൽ മലയാളി കൂട്ടല്ല. ഇല്ല. ലിറിക്സ് അവർ തന്നെ ചെയ്തിരുന്നു. ശരിക്കും ഈ രവീന്ദ്ര മാഷിൻ്റെ സംഗീതം മലയാളികൾക്ക് എപ്പോഴും ഗൃഹാതൃത്വം ഗാനങ്ങൾ സമ്മാനിച്ച സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഒരു സംഗീതം ഏൽപ്പിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, മെലഡി കമ്പോസിങ് വേളയിലൊക്കെ അദ്ദേഹത്തിൻ്റെതായുള്ള സാദൃശ്യം തോന്നിയിരുന്നു ഗാനങ്ങൾക്ക്, ആ ഒരു ടച്ച്. ഉണ്ട്, ടച്ച് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതിൽ സുട്ടർ ഭൂമി എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര നല്ല ടച്ചും സംഭവമായിട്ടുള്ള നല്ല സോങ്ങാണ്. 3 സോങ്ങും അതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. നമുക്ക് തൃപ്തിയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ യൂട്യൂബും എല്ലാത്തിനും ഭയങ്കര എല്ലാത്തിലും നന്നായി പോയിട്ടുണ്ട് സംഭവം. ഗാനരംഗത്തിൽ അഭിനയിച്ച അനൂപിനെ തന്നെ അതിനെക്കുറിച്ച് പറയാനൊക്കെ എങ്ങനെയുണ്ടായിരുന്ന വശ്യമാർന്ന സംഗീതം? ഗാനരംഗത്തിൽ ഗാനം നല്ലതാണ്, ശരിക്കും നല്ല ഇമ്പമുള്ള ഗാനങ്ങളാണ്. അപ്പോൾ കൂൾ ജയന്ത് നമ്മൾ മാസ്റ്റർ എന്ന് വിളിക്കുക, പുള്ളിയാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, 24 hours അടുത്ത് കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അപ്പോൾ അത് മാസ്റ്റർക്ക് വേറെ വർക്കുണ്ട്, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ആ തിരക്കിൽ. അപ്പോൾ മാസ്റ്റർ ഇടയ്ക്ക് മൈക്കിൽ വിളിച്ചു പറയും, நல்லா இருக்கு பாட்டு, என்னடா இப்படி பண்ற, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് കളിയാക്കും. നല്ലൊരു പാട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് നീ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അനുഭവമാണ്. പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി. മലയാളികളുടെ ഡാൻസിന് വ്യത്യസ്തമാണ് തമിഴ് കൾച്ചറിലെ ഡാൻസിന് വളരെയധികം അനായാസന ചെയ്യാൻ പറ്റിയ ചൂടുകളുമൊക്കെയാണ് തമിഴിൽ. പക്ഷെ മലയാളികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനൂപിനെ സംബന്ധിച്ച് അത്തരം കൂൾ ജയന്തിൻ്റെ കൊറിയോഗ്രഫിയിൽ എങ്ങനെ അത് ചെയ്ത് മുട്ടേക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ആവണതേ ആള് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ചെറിയ സ്റ്റെപ്പുകൾ മാസ്റ്റർ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫിലിം അല്ലേ അതൊക്കെ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ്, വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഡാൻസ് ഒക്കെ വിഷമം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? ചെയ്തിട്ടുണ്ട് ഞാൻ കോളേജിലൊക്കെ സിനിമാറ്റിക് ഗ്രൂപ്പ് ഡാൻസിനൊക്കെ സോണൽ മത്സരം പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ ആയിരിക്കില്ലല്ലോ ഒരു ഫിലിമില്, അത് അത്ര വലിയൊരു മാസ്റ്ററാണ്. പിന്നെ ആ സോങ്ങിന്റെ പകുതി മാഷ് തന്നെയാണ് കൊറിയോഗ്രാഫി പാടി അഭിനയിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു റേഞ്ചിലേക്കൊന്നും നമുക്ക് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാസ്റ്റർ തന്നിട്ടുണ്ട്. ഒരു മെയ്വഴക്കമുള്ളതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, കുറച്ച് ചീത്ത കുറച്ച് കേൾക്കാൻ പറ്റി. അതുപോലെ ലൊക്കേഷൻ എവിടെയായിരുന്നു? അതിന്റെ ലൊക്കേഷൻ നാഗർകോവിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ അവിടെ കഴിഞ്ഞു. പിന്നെ സോങ്സ് പാലക്കാട്, ഗുണ്ടൽപേട്ട,
പിന്നെ മടിക്കേരി അങ്ങനെ എല്ലാ തമിഴ് കൾച്ചർ തന്നെയാണ് തമിഴ് കൾച്ചറിൽ സംഭവം. ഓക്കെ. അതിന്റെ സാധാരണ എല്ലാം ചെയ്യുന്ന മലയാളത്തിൽ ചെയ്ത് തമിഴിലേക്ക് ഡബ് ചെയ്യും, അങ്ങനെ ചെയ്ത് തമിഴിൽ നിന്നൊരു ചിത്രം ആദ്യം ചെയ്തു, അവിടെ റിലീസായി അല്ലേ? അവിടെ റിലീസായി. മലയാളത്തിലേക്ക് റിലീസിങ് അടുത്ത് തന്നെ ഉണ്ടാവും. അത് ഏത് ഡബിങ് വെർഷനല്ലോ? മലയാളം തമിഴായിട്ട് തന്നെ സ്ട്രേറ്റ് തമിഴിന് ഇവിടെ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ രീതികളൊക്കെ ആരൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ചെയ്യുന്ന അവതാർ ഫിലിംസും ഗ്രീൻ ടാക്സ് കൂടിയിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ എത്തിക്കുന്നത്. ഒരു 40 തിയേറ്ററത്തോളം എത്തുന്നുള്ള 40 തിയേറ്ററാണ് അവർ പറഞ്ഞിട്ടുള്ളത്. DOP ഛായാഗ്രഹണം ഇതിൽ എൻ്റെ ഫ്രണ്ട് TS ബാബു എന്ന് പറയും, അത് അവനാണ് ക്യാമറമാൻ. ആക്ച്വലി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് പരിചയം തൊട്ട് തന്നെ ഉള്ള ഒരു പരിചയം, അതും നല്ലൊരു ഈ പടത്തിലൂടെ ക്യാമറ വർക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. TS നന്നായി വർക്ക് നന്നായി ഭംഗിയായിട്ട് ചെയ്ത് പകർത്തി തന്നുണ്ട്. ഈ ഉണ്ണി പാർത്തനാൾ ടൈറ്റിലും ആ സിനിമയുടെ കഥാഗതിയുമായിട്ട് എങ്ങനെയാണ് ഇത് ചേർന്നത്? അത് ഉണ്ണി പാർത്ത നാളുടെ അർത്ഥം തന്നെ നിന്നെ കണ്ട ദിവസം. അപ്പോൾ അതായത് ഇതിൽ അർത്ഥം ചെയ്യൽ ഉണ്ണി പാർത്ത നമ്മൾ ആരെന്ത് കണ്ടാലും നമ്മൾ ഫസ്റ്റ് കാണുന്ന മീറ്റിംഗ് ഉണ്ണി പാർത്ത നാൾ, മനസ്സിലായോ? ആരെ ഇപ്പോൾ പുതുമകൾ ആര് കണ്ടാലും നമ്മൾ കണ്ട ദിവസമാണ് ഉണ്ണി പാർത്ത നാൾ. അതേപോലെ തന്നെ ഇതിൽ നായിക കാണുന്ന ദിവസം ഉണ്ണി പാർത്ത നാൾ. അവനെ അന്ന് കണ്ട ദിവസം തൊട്ടാണ് അവന് മനസ്സിലാവുന്ന പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രണയത്തിൽ അവളെ എങ്ങനെയും നമ്മളെ കല്യാണം കഴിക്കുന്നുള്ള മൈൻഡോട് കൂടിയിട്ടുള്ള വരുന്നു. അതാണ് ഉണ്ണി പാർത്ത നാളിൻ്റെ അർത്ഥം കൂടി. വളച്ചൊടിച്ചു ശരിക്കും ക്ലൈമാക്സിൽ ട്വിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളോ ഒക്കെ ഉണ്ട് ഒരു ചിത്രമാണോ? ക്ലൈമാക്സിൽ ഇതൊരു ഇന്റർവ്യൂവിന് ശേഷം ഒരു 2 ലക്ഷത്തിൻ്റെ ഒട്ടപ്പാച്ചിലാണ്. അതിനുശേഷം ഉണ്ടാവുന്ന ഈ 2 ലക്ഷത്തിന് സസ്പെൻസ് ആയിട്ടുള്ള ഒരു 2 ലക്ഷത്തിലുള്ള ഓട്ടപ്പാച്ചിൽ അല്ലേ അനുഭവ? അപ്പോൾ അത് ഓടി നടന്ന് ലാസ്റ്റ് ഇത് റെഡിയാവും. അനൂപനെ നടനെ സംബന്ധിച്ചോളം ഈ ചിത്രം ഡബിങ് ചെയ്തോ? ഇതില്ല, വേറെ ഡബിങ് തമിഴാണല്ലോ അല്ലേ? അപ്പം തമിഴ്നാട്ടിൽ റിലീസായപ്പോൾ അവരുടെ പ്രേക്ഷകരുടെ പ്രതികരണം അറിയുവാൻ ചെന്നിരുന്നോ തമിഴ്നാട്ടിൽ? ഒരു വട്ടം പോയിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ അവിടുന്ന് ഫിലിം കണ്ട ആൾക്കാർക്ക് നല്ല അഭിപ്രായമായിരുന്നു. പ്രേക്ഷകരോടൊപ്പം തമിഴിൽ അങ്ങനെ ഒരു കൾച്ചറുണ്ട്, പ്രേക്ഷകരുമായിട്ട് അത് ഒരു തന്നെയാണ്, ശരിക്കും അനുഭവം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആർട്ടിസ്റ്റിൽ കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അവിടെ. അവരെന്നെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും, അവരെന്നെ ഒന്ന് സംസാരിക്കും, അഭിപ്രായങ്ങൾ തുറന്നു പറയും. അനൂപിന് എന്താ തോന്നി സ്വയം കണ്ടതിന് ശേഷം? എല്ലാ അഭിപ്രായം നല്ല അഭിപ്രായം. സ്റ്റോറിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിന്റെ സ്റ്റോറി ലൈനും അത് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ഫിലിമാണ്. സെക്കൻഡ് ഹാഫ് അങ്ങനെയാണ് അതിന്റെ അതിപ്പോ പുറത്തു പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മൂഡാണ് അത്. പൊതുവെ അവർക്ക് ഇഷ്ടപ്പെട്ടു, ലവിന്റെ ഒരു മൂഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കണ്ട് നമ്മുടെ അടുത്ത് പറയണം. അതിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം മലയാളം ചിത്രമായിരിക്കുമോ സെലക്ട് ചെയ്യുന്നതിന്? തമിഴായിരിക്കുമോ? ഇപ്പോൾ ഈ ഡിസംബർ അവസാനം ഒരു ഫിലിം അനൗൺസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അത് കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത പടം ഉണ്ട്, അതിലൊരു വേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതും ഉണ്ടാവും. അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം രചന തന്നെ മലയാളത്തിലാണോ ചെയ്യുന്നത്? അതും മലയാളം തണ്ണിമത്തൻ. അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞു അല്ലേ? അതിന്റെ രചന എങ്ങനെ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കും? അത് ഫുള്ള് കോമഡി, ഈ സീരിയസ് പ്രമേയത്തിൽ നിന്നും മാറ്റി ചൂട് മാറ്റും അല്ലേ? ഫുള്ള് കോമഡി. അതായത് ജനം കയറുമ്പോൾ സ്റ്റാർട്ട് തൊട്ട് എന്റർടൈൻമെന്റ് ഇരിക്കുന്ന സംഭവം, സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ ചിരിച്ചു പോവാം. അങ്ങനത്തെ ഒരു പടം തണ്ണിമത്തൻ. ഓക്കെ. തമിഴ് ചിത്രത്തിൽ നിന്നും മലയാളത്തിലേക്ക് വന്നു. സാധാരണ മലയാളികൾ മലയാള ചിത്രം ആദ്യം ചെയ്ത് തമിഴിലേക്ക് പോകുന്നതിൽ നിന്നും വിഭിന്നമായി അല്ല? തമിഴ്നാട്ടിൽ കൂടുതലും ആദ്യം ഒരു ചിത്രം തമിഴ് തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു കാര്യത്തിൽ അവിടെ വൈഡ് ഏരിയ വെച്ചിട്ടാണോ നോക്കി? കാര്യം റിലീസിങ് ഡിസ്ട്രിബ്യൂഷൻ സാധ്യത കൂടുതലുണ്ട്, അവിടുത്തെ മാർക്കറ്റിംഗ് സാധ്യത. അതാണോ തമിഴിൽ തന്നെ ഒരു ചിത്രം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? തമിഴിൽ വെച്ചെങ്കിൽ ഇത് ആ കഥ തമിഴിനെ പറ്റിയൊരു കഥയായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ചെയ്യാനും. പിന്നെ ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഏരിയയുടെ സംഭവവും അല്ല, എന്താ പറയുക, ഇതിൻ്റെ ബഡ്ജറ്റും. ഇപ്പോൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇത് ബഡ്ജറ്റ് വേണം, ഇതാകുമ്പോൾ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യുന്നൊരു പടം. അപ്പം അതിനൊക്കെ ചെയ്ത അതേ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു അതിനൊക്കെ അജിത്ത് എന്ന സംവിധായകന് കിട്ടിയ പ്രതികരണം ഇത്തരത്തിലായിരുന്നു തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തപ്പോൾ? അത് നല്ല പ്രതികരണമായിരുന്നു, നല്ലൊരു പ്രതികരണമാണ് കിട്ടിയത്. അടുത്ത ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണല്ലേ?
ഏതായാലും നമ്മുടെ ഈ ഉണ്ണി പാർത്ഥനാൾ തിയേറ്ററിലെത്തട്ടെ അനൂപിൻ്റെ കന്നിപ്രവേശം അതുപോലെ സംവിധായകൻ്റെ രചയിതാവും കൂടിയിട്ടാണ്, സംവിധായകൻ മാത്രമല്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു സംരംഭമായ കൂട്ടായ്മ ഒരു സംരംഭം വിജയപ്രദമാകട്ടെ, എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. തമിഴ്നാട്ടിൽ സ്വീകരിച്ച പോലെ തന്നെ മലയാളികളും സ്വീകരിക്കട്ടെ ഉണ്ണി പാർത്ഥനാൾ. കൂടുതലായിട്ട് ചിത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് പറയാനുള്ള വെച്ചെങ്കിൽ ഈ പടം എല്ലാവരും കാണണം. ഇത് ഞാൻ തൃശ്ശൂർകാരനാണ്, എൻ്റെ ഫസ്റ്റത്തെ പടമാണ്. അത് എന്താ പറയുക, ഒരു സിനിമയുടെ എല്ലാവരും കുടുംബം പോലെ ഒരു കൂട്ടായ്മ ചെയ്തൊരു സിനിമയാണ്. അത് കണ്ട് വിജയിപ്പിക്കണം. നിങ്ങളാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. എനിക്ക് പറയാനുള്ളത് ഉണ്ണി പാർത്ഥനാൾ ഒരു മലയാളി കൂട്ടായ്മയിൽ ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. എങ്കിലും അതൊരു തമിഴ് കൾച്ചറിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. നല്ലൊരു പ്രണയകഥ അതിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദയവ് അത് കാണണം, കണ്ട് വിജയിപ്പിക്കുക. അടുത്ത സിനിമ ചെയ്യാൻ ഡയറക്ടർക്കും ഒരു ഉത്സാഹം ഇങ്ങനെ ആവട്ടെ. എനിക്കൊരു ചാൻസ് കിട്ടണമെങ്കിലും ഇങ്ങനെ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അങ്ങനെ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ അറിയിക്കാനുള്ള മാർഗം വഴി അറിയിക്കുക. എല്ലാവരും കണ്ട് വിജയിപ്പിക്കുക, അത്ര തന്നെ. ഉണ്ണി പാർത്ഥനാൾ എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച പ്രേമൻ പാലാഴിയും പത്മകുമാറും സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. പ്രേമൻ പാലാഴി, ഉണ്ണി പാർത്ഥനാളിലൊരു പ്രധാന കഥാപാത്രം തന്നെ താങ്കൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് കഥാപാത്രം പറയുന്നത്? ഒരു SI വേഷമാണ്, നല്ലൊരു വേഷമാണ്. അതിൽ പശുപതി എന്നാണ് പേര്. പിന്നെ ആർട്ടിസ്റ്റുകളിലൂടെയൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പശുപതി എങ്ങനെ നെഗറ്റീവ് ഷെയ്ഡാണോ പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ ഷെയ്ഡാണോ? പറ്റില്ല, ഒരു നല്ലൊരു കഥാപാത്രമാണ്. ഒരു തമിഴ് ചിത്രത്തിലാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഇതിനു മുമ്പ് 1-2 ചിത്രങ്ങൾ ചെയ്തിരുന്നു. എങ്കിലും ഒരു തമിഴ് ചിത്രത്തിലെ എക്സ്പീരിയൻസ് എങ്ങനെ പങ്കുവെക്കും? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു വർക്ക്. നാഗർകോവിലായിരുന്നു ഷൂട്ടിംഗ്. വളരെ സന്തോഷം. സംവിധായകൻ അജിസി പുതുമുഖമാണ് ഈ ആദ്യമായി ചെയ്യുന്ന ചിത്രം. അതോടൊപ്പം തന്നെ നിരവധി നെല്ലുകൾ രവിയെ പോലെയുള്ള ഫേമസ് ആയ താരങ്ങളുണ്ട്. കൃഷ്ണ, അവരുമൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസിനെ എങ്ങനെ കാണുന്നു? അവരൊക്കെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത ആളുകളാണ്. നമുക്ക് ഒരു സാധാരണക്കാരെന്ന നിലയിലും ഒരു പുതുമുഖ നിലയിലും അങ്ങനെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് അവർ. പത്മകുമാർ എന്ന ഒരു നടൻ്റെ അരങ്ങേറ്റം കൂടെ ആദ്യ ചിത്രമല്ലേ? കേരളത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ആണ് കൂടുതൽ ഈ ചിത്രം, തമിഴ് ചിത്രമായിട്ട് സാങ്കേതിക വിദഗ്ധരും. അപ്പോഴാ ചേട്ടൻ്റെ കഥാപാത്രം എന്താണ്? ഇതൊരു പലിശക്കാരനായിരുന്നു. ഒരു വേഷമായിരുന്നു. കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ഇത് ചെയ്തിട്ടുണ്ട്. പച്ചക്കളം എന്നൊരു സിനിമയിൽ ഇതിന് മുമ്പ് ചെയ്തു, പക്ഷെ അത് തമിഴിൽ അത് ഇതുവരെ റിലീസായില്ല. മലയാളത്തിലായിരുന്നു മക്ബുൽ സൽമാൻ്റെ. ഈ പലിശക്കാരൻ്റെ പ്രത്യേകത എന്താണ്? തമിഴ് ആദ്യം പലിശ കൊടുത്തിരുന്നു, പിന്നീട് കൊടുക്കാണ്ടാവുന്നതാണ് ക്യാരക്ടർ. എങ്ങനെ വില്ലനിസമുള്ളൊരു കഥാപാത്രമാണ്? അങ്ങനത്തെ ഒരു ഇതല്ല, സാധാ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. എങ്ങനെയുണ്ട് ഈ മലയാളികളുടെ തമിഴ് കൂട്ടായ്മയെ ചിത്രത്തിൽ അഭിനയിച്ചതിന്? നല്ല അഭിപ്രായമാണ്. ചിത്രം താങ്കളൊരു നാടക ആർട്ടിസ്റ്റ് കൂടെ, സ്റ്റേജ് ആർട്ടിസ്റ്റ് കൂടെ, നിരവധി നാടകങ്ങൾ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പം ഉണ്ണി പാർത്ഥനാളിലെ ലൊക്കേഷൻ വന്നപ്പോൾ ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തം, നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയിലെ ആ മാറ്റങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാം? നാടകവും സിനിമയും രണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയും നാടകവും അങ്ങനെ 2 തരത്തിൽ നിൽക്കുന്നതാണ്. പല പ്രാവശ്യം ഐസർ പറഞ്ഞിട്ടുണ്ട് നാടകം കയറി വരുന്നു എന്നൊക്കെ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മാറി ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ തമിഴിൽ ധാരാളം പോലീസ് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രധാന നടന്മാരൊക്കെ അഭിനയിച്ചതെന്ന്. അതിൽ നിന്നും വ്യത്യസ്തം നമ്മുടേതായ കാഴ്ചപ്പാടുള്ളത് ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്താൻ പറ്റി? അങ്ങനെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയോ? നമ്മുടെ ശൈലി കൊണ്ടുവരാൻ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സ്വാഭാവികമായ ശൈലിയിൽ ചെയ്യാൻ പറ്റി, നമ്മുടേതായ ശൈലിയിൽ ചെയ്യാൻ പറ്റി ആ ഒരു കഥാപാത്രം. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കഥാപാത്രം കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ലൊരു കഥാപാത്രമായിരുന്നു, വ്യത്യസ്തമുണ്ട്. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്തിരുന്നത്, നേരെ വിപരീതമായിട്ടുള്ളൊരു ഇതാണ്. അതൊക്കെ പറയൂ, പോലീസിലെ വർക്ക് ചെയ്താണ് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തു. പോലീസിലായതുകൊണ്ട് അധികം വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പഴയ കാലത്ത് പോലീസിന് നല്ല സൗകര്യങ്ങൾ കൊടുത്തിരുന്നു, ഇപ്പൊ ഇല്ല. പോലീസിലെ ആൾക്ക് ആ കഥാപാത്രം കിട്ടിയില്ല, പോലീസിലല്ല ആൾക്ക് പലിശക്കാരൻ്റെ വേഷവും കിട്ടി. അതാണല്ലോ സിനിമയിലെ വ്യത്യസ്തമായ ക്യാരക്ടർ ചൂസിങ്. സംവിധായകൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിനെ കുറിച്ചൊന്ന് പറയും. സംവിധായകൻ വളരെ കോപ്പറേറ്റീവാണ്, എല്ലാം നമുക്ക് പറഞ്ഞു തരും, എങ്ങനെയൊക്കെ ചെയ്യാം എന്നാലും വളരെ നന്നായി പറഞ്ഞു തരുന്ന. പ്രത്യേകിച്ച് നമ്മൾ മലയാളം പടം ചെയ്യുന്നതിന് സ്ട്രെയിനാണ് തമിഴ് പടം ചെയ്യുന്നത്, മലയാളികൾ ചെയ്യുന്നത്. ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ മോഡുലേഷനും ഒക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റിയതിനെ കുറിച്ച് പറയും. അത് അദ്ദേഹം വളരെയധികം സാധിച്ചിട്ടുണ്ട്. ആദ്യം അർത്ഥം മനസ്സിലാക്കിയെടുക്കണം.
എങ്ങനെയുണ്ടായിരുന്നു? തമിഴ് സ്ലാങ് അല്ലേ? തമിഴ് സ്ലാങ് എന്ന് പറഞ്ഞാൽ തമിഴ് അത്യാവശ്യം അറിയാം, അതുകൊണ്ട് അതൊരു വലിയ ഒരു പ്രശ്നം വന്നിട്ടില്ല. അല്ല, നായകനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നായകനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഡയലോഗ് പഠിച്ചിട്ടാണ് ചെയ്തത്. അതേപോലെ നിങ്ങളുടേതായ ഭാഗങ്ങൾ പഠിച്ചാണ് ചെയ്തത്. നിങ്ങളുടെ ലൊക്കേഷൻ രീതികളൊക്കെ? ലൊക്കേഷൻ രീതി ഒരു കുടുംബം പോലെ നല്ല രീതിയിൽ നമുക്ക് സഹകരിക്കാൻ പറ്റി, എല്ലാവരും വളരെ സഹകരിച്ചു. ആ രീതിയിൽ തന്നെ പടം ഷൂട്ടിംഗ് അവസാനിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരുകയും ചെയ്ത പടം. തമിഴ്നാട്ടിൽ ഈ ചിത്രം റിലീസായപ്പോൾ നിങ്ങൾ അവിടെ കണ്ടിരുന്നോ? കണ്ടിരുന്നു, നല്ല രീതിയിൽ പോയിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. അവിടുത്തെ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റി? കാണാൻ പറ്റി. ഞാൻ ബിസിനസ് പരമായിട്ട് 10-20 വർഷമായിട്ട് ഇപ്പൊ കോയമ്പത്തൂർ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവിടുത്തെ പ്രേക്ഷകരൊപ്പം കാണാൻ മദ്രാസിൽ പോയി പടം കാണുകയും കോയമ്പത്തൂർ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഈ പടത്തിന് വേണ്ടി വന്നു. അതുകൊണ്ട് കേരളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറാവുകയും കേരളത്തിലെ ജനങ്ങൾ ഈ പടം എടുക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അവിടെ കണ്ടപ്പോഴെങ്ങനെ ഫീൽ ചെയ്തു? അവിടുത്തെ തമിഴുകാരോടൊപ്പം കണ്ടപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ നമ്മുടേതായ അഭിനയ പാഠവും വരുന്ന സീൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. കണ്ടിരുന്നോ? അല്ല, അവിടെ അല്ല, ഇവിടെ വെച്ച് കണ്ടിരുന്നോ പടത്തിന്റെ ഭാഗങ്ങളൊക്കെ? ഇനി മലയാളത്തിൽ റിലീസാകുമ്പോൾ കാണുമല്ലേ, കേരളത്തിൽ റിലീസാകുമ്പോൾ കാണുമല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്റ്റുകൾ വല്ലതും വന്നിട്ടുണ്ടോ? തണ്ണിമത്തൻ പറഞ്ഞു, അതിൽ നല്ലൊരു വേഷം പ്രതീക്ഷിക്കാമല്ലേ? എനിക്ക് 2 പടം ഇപ്പോൾ കഴിഞ്ഞു നിൽക്കുന്നു. ജനുവരിയിൽ റെഡ് റൺ റിലീസ് ആവുകയാണ് മലയാളം. ശ്രീത്രവി, മാബി ശശി, മകൻ അവരൊക്കെ അഭിനയിക്കുന്ന ഒരു പടത്തിൽ നല്ലൊരു വേഷം ഞാൻ ചെയ്യുന്നു. പിന്നെ ദി നെറ്റ്, അതിൽ ഞാൻ വലിയ വേഷം ചെയ്തിട്ട് ഇപ്പൊ അത് പുറത്തിറങ്ങാൻ നിൽക്കുന്നു, അതും മലയാളം. പിന്നെ ഐസാറിന്റെ തണ്ണിമത്തനിലൊരു വേഷം തരാമെന്ന് ഏറ്റിട്ടുണ്ട്, അതും നിൽക്കുന്നു. പിന്നെ ദീപക് നാരായണൻ ഈ പടത്തിൽ തന്നെ അസോസിയേറ്റ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പടത്തിലും ഞാൻ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. പടങ്ങൾ തുല്യരായിട്ട് വരട്ടെ, പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ അനുഗ്രഹവും ആശിച്ചും വേണം. ഇനി ഒരു തമിഴ് ചിത്രത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാവോ? ഒന്നും പറയാറായിട്ടില്ല, ക്ഷണം വരുന്നതനുസരിച്ചല്ലേ? ഏതായാലും ഉണ്ണി പാർത്തനാൾ എന്ന ചിത്രത്തിൽ നിങ്ങൾ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തിരിക്കുകയാണ്. ചിത്രം ഇറങ്ങുമ്പോൾ ചിത്രത്തെയും പ്രേക്ഷകർ നിങ്ങളുടെ കഥാപാത്രത്തെയും സ്വീകരിക്കട്ടെ. വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രേക്ഷകരോടായി എന്താണ് കഥാപാത്രത്തെക്കുറിച്ച് ചിത്രത്തെക്കുറിച്ച് പറയാൻ? ഈ പടം നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് വിശ്വാസം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഈ പടം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രേക്ഷകരുടേതായ സഹകരണമാണ് എപ്പോഴും ഫിലിമിൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങൾ തിയേറ്ററിലെത്തണമാണ് ഇതിൻ്റെ വിജയമായിരിക്കും. എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കും. ഇതോടെ ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച റിലീസാകുന്ന പുതിയ ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.